ഭാവിയിൽ റഷ്യയുടെ അധിനിവേശം തടയുവാൻ അമേരിക്ക യുക്രൈന് നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടി സംബന്ധിച്ചുള്ള ചർച്ചകളാണ് എവിടെയും നടക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അതേസമയം യുക്രൈന്റെ മണ്ണിൽ US സൈന്യത്തെ വിന്യസിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുകയുണ്ടായി. യുക്രൈന് സംരക്ഷണം നൽകുന്നത് വ്യോമ പ്രതിരോധ മാർഗങ്ങളിലൂടെ ആയിരിക്കും. സമാധാന കരാറിന് കീഴിൽ യുക്രൈനുള്ള US സൈനിക സുരക്ഷാ സഹായത്തിന്റെ സ്വഭാവം സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പലരോടും വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തതയും വരുന്നില്ല. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു നോ ഫ്ലൈ സോൺ യുക്രൈനിൽ സൃഷ്ടിച്ചിട്ട് അവിടെ യുദ്ധവിമാനങ്ങൾ ഒരുക്കുന്ന ഒരു വ്യോമ പിന്തുണയാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ പല ഓപ്ഷൻസും അതുപോലെ സാധ്യതകളും ഉണ്ടെന്ന് പിന്നീട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ ട്രംപ് പുടിൻ സെലൻസ്കി ത്രികക്ഷി ഉച്ചകോടിക്ക് ബുദ്ധപെസ്റ്റിന് സാധ്യത തെളിയുന്നതായി ചില സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ട്രംപ് ഇത് സംബന്ധിച്ച് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായിട്ട് ഇന്ന് ചർച്ച ചെയ്തിരുന്നു. പുടിനുമായിട്ട് വിക്ടർ ഓർബന് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു ഭയമൊന്നുമില്ലാതെ പുടിന് ഈ പ്രദേശം സന്ദർശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇത്തരമുള്ള ചില യൂറോപ്യൻ സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംഗറിയെ ഒരു വേദിയായി യുക്രൈൻ അംഗീകരിക്കുമോ എന്നത് മാത്രം ഇപ്പോഴും വ്യക്തമല്ല. ഈ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നേരത്തെ കണ്ടുമുട്ടിയ ഇസ്താൻബുളിലും ഇപ്പോൾ പരിഗണനയിലുണ്ട്. റീജിത്ത്.